യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തുണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഓഫ് ട്രേഡിങ്. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ടോപ്പ് ഡൗൺ അനാലിസിസ്. ഓക്കെ, സോ നമ്മൾ അത് ചെയ്യേണ്ട രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഹയർ ടൈം ഫ്രെയിം എന്നാണ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിം. സോ നമ്മൾ എല്ലാവരും പിക്ക് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ചിലവർ സ്വിങ് ട്രേഡ് പെർസ്പെക്റ്റീവിൽ ട്രേഡ് ചെയ്യുന്നവർ വീക്കിലി ആയിരിക്കും ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിനേക്കാൾ ഒരു മിഡ് ആയിട്ട് ലൈക്ക് ഷോർട്ടർ ഡ്യൂറേഷൻ ഫോക്കസ് ചെയ്യുന്നവർ ചിലപ്പോൾ ഡെയിലി ആയിരിക്കും ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ 4 hours ആയിരിക്കും എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ലൈക്ക് എല്ലാതും എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് നോക്കാം എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ വേർ ഈസ് പ്രൈസ് നൗ, എവിടെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് കറക്റ്റായിട്ട് നോക്കും. ഇപ്പോൾ നമ്മളൊരു ട്രെൻഡ് അപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കറൻ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൈസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മേലെ നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പ്രൈസ് പോയിട്ട് റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രൈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ കറൻ്റ്ലി ഒരു റീട്രേസ്മെൻറ്റ് ഫേസിലാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വെർ ഈസ് പ്രൈസ് നൗ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്തത് വേർ പ്രൈസ് വിൽ ഗോ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി പ്രൈസ് എങ്ങോട്ടേക്കാണ് പോകാൻ ചാൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൈസ് ഇവിടെ ഒരു ലൈക്ക് ഈ ഒരു ബ്രേക്ക് ചെയ്ത് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രൈസ് എങ്ങോട്ടേക്കാണ് പോകാൻ ചാൻസ്, മേ ബി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് അസ്യൂം ചെയ്യാം പ്രൈസ് റീട്രേസ് ചെയ്ത് താഴോട്ടേക്ക് പോകാനാണ് ചാൻസ്. ഓക്കെ, ദെൻ അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ലൈക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കാരണം ഇതിൻ്റെ റീട്രേസ്മെൻറ്റ് താഴോട്ടേക്ക് വരാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് വേർ വിൽ പ്രൈസ് ഗോ ആഫ്റ്റർ, പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്ന ശേഷം നമ്മൾ മനസ്സിലാക്കിയല്ലോ റീട്രേസ്മെൻറ്റ് താഴോട്ടേക്ക് വരാം, ഇങ്ങോട്ടേക്ക് വന്ന ശേഷം ഇനി പ്രൈസ് എങ്ങോട്ടേക്കാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേർ വിൽ പ്രൈസ് ഗോ ഫസ്റ്റ് എന്ന് നോക്കുന്നത് നമുക്ക് ആ ഒരു ലൈക്ക് പ്രൈസ് എങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അവിടുന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു ഫൈൻഡ് എ ട്രേഡ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വേർ പ്രൈസ് വിൽ ഗോ ആഫ്റ്റർ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നത് നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത കാരണമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടാവും. ഓക്കെ, ആ ഡിമാൻഡ് ചിലപ്പം ഒരു FVG ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആവാം. ഓക്കെ, വാട്ട് എവർ, നമുക്കൊരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ടൈം ഫ്രെയിമിൽ വി ക്യാൻ ലുക്ക് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഫ്രം ദ കീ ലെവൽസ്. കീ ലെവൽസ് ഏതൊക്കെയാവാം, ഓർഡർ ബ്ലോക്ക്, FVG, QM, സെൽ സൈഡ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കീ ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യമാണ് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ പ്രൈസ് വന്ന ശേഷം എന്ത് ചെയ്യും, നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മന്ത്ലി സോൺ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ വീക്ക്ലി സോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോവർ ആയിട്ടുള്ള ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യും, കൺഫർമേഷൻ നോക്കും. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഡെയിലിയിൽ നമ്മൾ എന്ത് ചെയ്യും, കൺഫർമേഷൻ നോക്കും. വീക്ക്ലി ആണെന്നുണ്ടെങ്കിൽ 4 hour കൺഫർമേഷൻ നോക്കും. അതുപോലെ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ 1 hour കൺഫർമേഷൻ നോക്കുന്നത്. അതുപോലെ നമുക്ക് 4 hour അവിടെ നമ്മൾ 50 minutes കൺഫർമേഷൻ നോക്കുക. ഇനി 1 hour സോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 minutes അല്ലാന്നുണ്ടെങ്കിൽ 3 minutes എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ആ ഒരു കൺഫർമേഷൻ ഇൻ ദ സെൻസ് പ്രൈസ് ഇവിടെ വന്ന ശേഷം പ്രൈസ് ഇങ്ങോട്ടേക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ്
ഈ ഒരു സോണിൽ വന്ന ശേഷം മേലോട്ടേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റീസെൻ്റ്ലി ഫോം ചെയ്യുന്ന ആ ഒരു ലോ ടൈം ഫ്രെയിം സോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം ടോപ്പ് ഡൗൺ അനാലിസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ഒരു തിയറി ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യും, ഇവിടെ ഫസ്റ്റ് പ്രൈസ് എവിടെയാണ് കറൻ്റ്ലി ഉള്ളത് എന്നും അതുപോലെ ഇനി പ്രൈസ് എങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോകാൻ ചാൻസ് എന്നുള്ളതും, ദെൻ ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഏരിയയിൽ വന്ന ശേഷം ആഫ്റ്റർ പ്രൈസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചാർട്ടിൽ പോയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ലൈക്ക് എങ്ങനെയാണ് ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം നോക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഇപ്പോൾ കറൻ്റ്ലി ഗോൾഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൈസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ട്രെൻഡ് എന്താണ്, ക്ലിയർലി അപ്പ് ട്രെൻഡാണ്. ഓക്കെ, സോ ഇവിടെ റീസെൻ്റ്ലി പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അത് പ്രകാരം ഇവിടെ നമുക്ക് ഈ ഒരു ബേസ് നിന്നാണ് ഒരു ലാസ്റ്റ് ബൈ മേലോട്ടേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് മേലോട്ടേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മേ ബി ഈ ഒരു റീട്രേസ്മെൻറ്റ് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നോട്ട് ഷുവർ. മേ ബി എന്ത് ചെയ്യാം, ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല. പ്രൈസ് കറൻ്റ്ലി മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ നിന്നാണ് റീട്രേസ്മെൻറ്റ് വരിക എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയില്ല. അപ്പോൾ കറൻ്റ്ലി എന്താണ്, മന്ത്ലി നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർലി ബുള്ളിഷാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു മന്ത്ലിയിൽ നമുക്കിവിടെ പ്രൈസ് കുറച്ച് സമയം ജസ്റ്റ് ഒരു അക്യുമുലേഷൻ ഫേസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിങ് ആയിട്ട് ഇവിടെ നിന്നു ആ റേഞ്ച് എന്താണ് സ്ട്രോങ് ആയിട്ട് മേലോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു എക്സ്പാൻഷൻ്റെ ഇടയിലായിട്ട് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് FVGയിലാണ് ഇപ്പോൾ പ്രൈസ് വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് സി, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് FVG ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ വീക്ക്ലിയിൽ നമ്മൾ ഓൾറെഡി എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, സോ വീക്ക്ലിയിൽ നമുക്ക് അതിൻ്റെ താഴെ അടുത്തൊരു FVG കാണാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, സോ വീക്ക്ലി പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമ്മളെന്താണ് ക്ലിയർലി ബുള്ളിഷാണ്. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി, ഓക്കെ, ഇപ്പോൾ ഡെയിലി നോക്കുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്താണ് സ്ട്രോങ്ലി ബുള്ളിഷാണ്. ഓക്കെ, സോ നമുക്ക് എന്തുണ്ട്, ഡെയിലി FVG ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, പ്രൈസ് കറൻ്റ്ലി ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്. ഓക്കെ, ഇനി ഇപ്പോൾ പ്രൈസ് കറൻ്റ്ലി നിൽക്കുന്നത് ഒരു റീട്രേസ്മെൻറ്റ് ഫേസിലാണ്. ലൈക്ക് പ്രൈസ് എന്ത് ചെയ്യണം, ജസ്റ്റ് താഴോട്ടേക്കൊന്ന് റീട്രേസ് ചെയ്തു. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, അടുത്തൊരു ബുള്ളിഷ് കീ ലെവലിൽ വന്ന ശേഷം പ്രൈസിന് എന്ത് ചെയ്യാം, മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡെയിലി FVG കീ ലെവലായിട്ടുണ്ട്, അതുപോലെ വീക്ക്ലി FVG കീ ലെവലായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പ്രൈസ് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബിയസ്ലി അടുത്തൊരു ഹൈ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് പ്രൈസ് ഇവിടെ നമുക്ക് വീക്ക്ലി ആൻഡ് ഡെയിലി കീ ലെവൽസ് ഉണ്ട്. പ്രൈസ് ഇവിടെ വന്ന ശേഷം എന്ത് ചെയ്യാം, അടുത്തൊരു ടാർഗറ്റ് ഹയർ പ്രൈസിലേക്ക് എന്ത് ചെയ്യാം, തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന ഒരു പോയിന്റിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇനി പ്രൈസ് ഇപ്പോൾ കറൻ്റ് പ്രൈസ് നിൽക്കുന്നത് റീട്രേസ്മെൻറ്റ് ഫേസിൽ, ഇനി എങ്ങോട്ടേക്കാണ് പ്രൈസ് വരാൻ ചാൻസ്, പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് വരാം. ദെൻ ആഫ്റ്റർ എങ്ങോട്ടേക്കായിരിക്കാം, അടുത്തൊരു ഹൈയിലേക്കായിരിക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ ലൈക്ക് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡെയിലി FVG ഉണ്ട്, അതുപോലെ ഇവിടെ വീക്ക്ലി FVG ഉണ്ട്. ഓക്കെ, ഈ ഡെയിലി FVGയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാം, ഒബ്വിയസ്ലി അവിടുന്ന് എന്ത് ചെയ്യാം, ഹവർലി നമ്മൾ ആ ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ മന്ത്ലി ഹയർ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ലോ ടൈം ഫ്രെയിമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൽ ഒബ്വിയസ്ലി ഡെയിലി ടൈം ഫ്രെയിമാണ്. ഓക്കെ, മന്ത്ലി, ഡെയിലി. ഓക്കെ, ഇനി വീക്ക്ലി ടൈം ഫ്രെയിമാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോ ടൈം ഫ്രെയിമായിട്ട് പിക്ക് ചെയ്യുന്നത് 4 hour. ഓക്കെ, 4 hourലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി ഹയർ ടൈം ഫ്രെയിമായിട്ട് അല്ലെങ്കിൽ ഡെയിലി കീ ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡ് നോക്കുക എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അവിടെ കൺഫർമേഷൻ നോക്കുന്നത് 1 hourലായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ 1 hourലായിരിക്കും എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, 1 hourലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കൺഫർമേഷൻ നോക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെ ഓക്കെ ഓക്കെ നമ്മൾ 4 hour സോണിൽ നിന്നാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 hour ആണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ നമ്മളവിടെ 1 hourലായിരിക്കും കൺഫർമേഷൻ, സോറി നമ്മളവിടെ 50 minutesലായിരിക്കും എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ, ഇനി 1 hour ആണെന്നുണ്ടെങ്കിൽ 1 hour സോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 5 or 3 minutes എന്ത് ചെയ്യാം, കൺഫർമേഷൻ നോക്കാം. ഓക്കെ, 5 or 3. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ഓക്കെ, സോ ഇനി നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഓവറോൾ പ്രൈസ് ബുള്ളിഷാണ്. ഓക്കെ, സോ പ്രൈസ് കറൻലി ഒരു റീട്രേസ്മെൻറ്റ് ഫേസിലാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ ഒരു കീ ലെവലിൽ നിന്ന് നമുക്ക് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇവിടെ നമുക്ക് ഒരു സോണായിട്ട് ഫോം ചെയ്തത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 1 hour ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാനും പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു 4 hour കീ ലെവൽ എന്ത് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൈസ് അതിന് ശേഷം ആ ഒരു വീക്ക്ലി സോണും കൂടി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഓപ്ഷണലാണ് 4 hourൽ കാണണമെങ്കിൽ കൺഫർമേഷൻ നോക്കിയിട്ട് അങ്ങനെയും എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ലെറ്റ്സ് സി, നമുക്കിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാം, 1 hourലൊന്ന് നോക്കാം, ദെൻ 4 hourലും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സോൺ ടാപ്പ് ചെയ്ത ശേഷം തന്നിട്ടുള്ളൊരു കൺഫർമേഷൻ ഒബ്വിയസ്ലി ഇവിടെ ഒരു FVG ഇൻവേർഷനാണ്. ഓക്കെ, ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, മേലോട്ടേക്ക് ഇൻവേഴ്സായി. ഓക്കെ ഓക്കെ ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് മേലോട്ടേക്ക് ഇൻവേഴ്സായി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവേഴ്സ് ആയ ഒരു പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ ഒബ്വിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവില്ല അടുത്തൊരു ഹൈ, അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇതൊരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഹൈസ് രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ട്രേഡ് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ആ ഒരു ട്രേഡ് ആക്റ്റീവ് ചെയ്തു. ലെറ്റ്സ് സി, നമുക്ക് ആ ഒരു ട്രേഡ് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ലെറ്റ്സ് സി, പ്രൈസ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് അവിടുന്ന് ആ ഒരു ഡയറക്ഷനിലേക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക്
മൂവ് ചെയ്തത് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ ആ ഒരു ടാർഗറ്റ് അവിടെ എന്ത് ചെയ്തു, പ്രൈസ് മീറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് നമ്മൾ എടുക്കാൻ ഫസ്റ്റ് നോക്കിയത് എന്താണ്, ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ പ്രൈസ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രൈസ് ഈ ഒരു ഏരിയയിൽ, ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് പ്രൈസ് നമുക്ക് ആ ഒരു സോൺ എത്തുന്നതിന് മുന്നേ നമുക്കറിയാമല്ലോ പ്രൈസ് ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ലെറ്റ് സി പ്രൈസ് ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഓക്കെ, സോ നമുക്കറിയാം നമ്മളൊരു എക്സ്പെക്റ്റേഷൻ പ്രകാരം പ്രൈസ് അടുത്തൊരു സോൺ ടാപ്പ് ചെയ്തിട്ടില്ല. ഈ രീതിയിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കുള്ള ഷോട്ട് എടുത്തൂടെ നമുക്ക് തോന്നാം. ഓക്കെ, പക്ഷേ ഇതെന്തല്ല, ഒരു ഹയർ പ്രോബബിലിറ്റി ട്രേഡല്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രൈസ് ഇവിടെ വരാത്തന്നെ ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഏതെങ്കിലും റാൻഡം പ്ലേസിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. കാരണം എന്താണ്, പ്രൈസ് ഇവിടെ ഓൾറെഡി സ്ട്രോങ് ബുള്ളിഷാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് എത്തുന്നതിന് മുന്നേ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഒരു ആർഗ്യുമെൻറ്റ് പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് നോക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യാം, ഫെയിൽ ആവാം. ഓക്കെ, പക്ഷേ നമ്മൾ ഓവറോൾ ബുള്ളിഷാണ്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാത്തൊരു സോണുണ്ട്. അവിടെ വന്ന ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് എന്നുള്ളത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഏതാണ് ട്രെൻഡ്, ആ ട്രെൻഡിൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവാൻ സാധ്യത കൂടുതലും. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കൗണ്ടറായിട്ട് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ജസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യാം, മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു 1 hour സോണ് അല്ല നമ്മൾ പിക്ക് ചെയ്തത്. ഓക്കെ, നമ്മളിവിടുത്തെ ഈ ഒരു വീക്ക്ലി സോണിലാണ്, 1 hour അല്ല 4 hourലല്ല നമ്മൾ പിക്ക് ചെയ്തത്. നമ്മൾ ഈ ഒരു വീക്ക്ലി സോണിൽ വന്ന ശേഷം 4 hour കൺഫർമേഷനാണ് നോക്കിയെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു സോണിലേക്ക് നമ്മുടെ ആ ഒരു വീക്ക്ലി ഡിമാൻഡ് FVGയിലേക്ക് എന്ത് ചെയ്തു, പ്രൈസ് വന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ നമ്മളാ ഒരു വീക്ക്ലി ഡിമാൻഡ് FVGയിലേക്ക് പ്രൈസ് വന്നു. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് സെയിം രീതിയിൽ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ഡിമാൻഡ് FVG റെസ്പെക്റ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു FVG ഇൻവേർഷൻ. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിലും നമുക്ക് എന്ത് കിട്ടി, ഒരു FVG ഇൻവേർഷൻ തന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതൊരു വാലിഡ് കൺഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലോങ് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് എൻ്റർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് റീസെൻറ്റ് ലോണിൻ്റെ താഴെ കീപ്പ് ചെയ്യാം. ഓബിയസ്ലി നമുക്ക് അടുത്തൊരു ടാർഗറ്റ് ഈ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. കാരണം എന്താണ്, ഇതൊരു ഈക്വൽ ഹൈ ആണ്. ഓക്കെ, സോ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഡിമാൻഡ് നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്തൊരു വീക്ക്ലി അല്ലെങ്കിൽ അടുത്തൊരു ഈക്വൽ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓബിയസ്ലി എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കാണാൻ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു FVG ഇൻവേർഷൻ ടാപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് അടുത്തൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എന്നുള്ള രീതിയിൽ വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രക്ചറോട് എന്ത് ചെയ്തു, പ്രൈസ് ലോവർ ലോ എന്നുള്ള രീതിയിൽ വന്ന സ്ട്രക്ചറോട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു മേലോട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു FVG ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു FVG ഉണ്ടായിരുന്നു. സോ ഇതൊരു 4 hour FVG ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കണ്ടിന്യൂഷൻസും വളരെ
ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ഈ രീതിയിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് കൺഫർമേഷൻ തന്നു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാം, അതിൻ്റെ കണ്ടിന്യൂഷൻസ് എന്ത് ചെയ്യാം, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാം നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടി, ലൈക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇൻവേർഷൻ FEG റിയാക്ട് ചെയ്തിട്ട് പോവുകയാണ്. ശേഷം നമുക്ക് എന്ത് ചെയ്തു, അവിടുന്ന് അടുത്തൊരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ തന്നു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കുകൾ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു FEG, ഈ ഒരു ബുള്ളിഷ് FEG ഒരു സ്ട്രോങ് FEG ആണ്. കാരണം സ്ട്രക്ചർ ബ്രേക്കിന് കാരണമായിട്ടുള്ള ഒരു പുതിയ FEG ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം, അടുത്തൊരു കൺഫർമേഷൻ നോക്കാം. ലെറ്റ്സ് സീ, ഇത് ഫോർവേഡ് ടൈം ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 50 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കാം. ഓക്കെ, സോ നമ്മൾ ആ ഒരു സോണ് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് നോക്കാം പ്രൈസ് ഇവിടെ നമുക്ക് ലൈക്ക് എങ്ങനെയാണ് കൺഫർമേഷൻ തരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, ലോവർ ലോ, ലോവർ ഹൈ. പ്രൈസ് എന്ത് ചെയ്യണം, ഈ രീതിയിൽ വീണ്ടും അടുത്തൊരു ലോവർ ലോ വന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ ഇങ്ങനെ താഴോട്ടേക്ക് വന്നു. ഐ തിങ്ക് ഇവിടെ നമുക്ക് വീണ്ടും അടുത്തൊരു ലോവർ ലോ, ദെൻ വീണ്ടും ലോവർ ഹൈ, വീണ്ടും ലോവർ ലോ, അഗെയിൻ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ഒരു ഹയർ ഹൈ, നമുക്ക് എന്ത് ചെയ്തു, ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് തന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് മൊമെൻറ്റം ഷിഫ്റ്റായിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് നമുക്കിവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഡിമാൻഡ് ഫോം ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു ബ്രേക്കറാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു അടുത്തൊരു ഡിമാൻഡായിട്ട് എന്ത് ചെയ്യാം, ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ പ്രൈസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും താഴെ ഒരു QM ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഡിമാൻഡ് ബ്രേക്കർ ബ്ലോക്കിൽ ആൻഡ് സ്റ്റോപ്പ് ലോസിങ് ലോ. ഓക്കെ, അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടാർഗറ്റ് എന്ത് ചെയ്യാം, മേലോട്ടേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. ഈ ഒരു കേസിൽ പ്രൈസ് എന്ത് ചെയ്തില്ല, നമ്മുടെ ഒരു സോണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം പ്രൈസ് അത് ടെസ്റ്റ് ചെയ്യുമോ അതോ ലൈക്ക് അല്ലാതെ പോവുമോ എന്നുള്ളത്. യെസ്, നമ്മളാ ഒരു സോൺ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ മെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും പ്രൈസ് നമ്മൾ ആ ഒരു സോണിലേക്ക് എന്ത് ചെയ്തു, ഫൈനലി തിരിച്ചു വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു ട്രേഡ് എന്ത് ചെയ്യാം, ഇവിടെ ഹോൾഡ് ചെയ്യാം. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വീക്ക്ലി ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ലൈക്ക് ആ നോയ്സ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒബിയസ്ലി നമ്മൾ ടാർഗറ്റ് ചെയ്താണ് ഈ ഒരു ഈക്വൽ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫൈനലി ടാർഗറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹൈ എത്തുന്ന സമയത്ത് അവിടെ പാർഷ്യലി പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, യാ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രേഡ്സുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ എന്താവും, സിമ്പിളാവും. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ ഇനി പ്രൈസ് എങ്ങോട്ടേക്ക്, ദെൻ ആഫ്റ്റർ ലൈക്ക് പ്രൈസ് അതിന് ശേഷം നമ്മൾ ആ ഒരു സോണിലേക്ക് വന്ന ശേഷം വീണ്ടും ലൈക്ക് ഏതൊരു ഏരിയയാണ് പ്രൈസ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു കൃത്യമായ ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ജസ്റ്റ് കാര്യങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ,
ഓക്കെ. സോ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ഇത് അറിയാം. ഓക്കെ, ഈ കറൻറ്റ് ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ETH മന്ത്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി പ്രൈസിൻ്റെ ഡയറക്ഷൻ ഓബിയസ്ലി എന്താണ്, ഒരു ബുള്ളിഷ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ബ്രേക്ക് ചെയ്തത് മേലോട്ടേക്കാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്തുണ്ട്, അടുത്തൊരു ബുള്ളിഷ് FVG നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ ഒരു ബുള്ളിഷ് FVG, അതുപോലെ ഇവിടെ ഒരു ബുള്ളിഷ് FVG. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളുള്ളത് വേർ ഈസ് പ്രൈസ് നൗ. ഇപ്പോൾ പ്രൈസ് കറൻ്റ് ഉള്ളത് എവിടെയാണ് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് ലൈക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത ശേഷം ഒരു FVG മെഡിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. വേർ ഈസ് പ്രൈസ് നൗ എന്നുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി വേർ വിൽ പ്രൈസ് ഗോ ഫസ്റ്റ്. നമുക്ക് ഇവിടെ ലൈക്ക് ഈ ഒരു കേസിൽ നമുക്ക് പ്രൈസ് ഇനി എങ്ങോട്ടേക്ക് പോവും എന്നുള്ളതിൻ്റെ ആൻസർ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഓൾറെഡി ഇപ്പോൾ ആ ഒരു ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രൈസ് നമ്മൾ ആ ഒരു മെഡിഗേറ്റ് ചെയ്യാൻ വന്ന സമയത്തിലേക്ക് ഈ ഒരു FVG മെഡിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അടുത്തൊരു ടാർഗറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശേഷം പ്രൈസ് ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ആൻസർ എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് ആക്ച്വലി നമുക്ക് അടുത്ത ഒരു ലിക്വിഡിറ്റി. ഓക്കെ, അല്ലെങ്കിൽ അടുത്തൊരു ഹൈ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് മേലോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ കറൻ്റ്ലി ഒരു FVG മെഡിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കണ്ടിന്യൂഷൻസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മേലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീക്ക്ലി നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ പ്രീവിയസ്ലി ഓൾറെഡി ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. പ്ലീസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഓക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ഓഫ് ഡിമാൻഡ് ഓക്കെ ഇത് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ്, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ കറൻ്റ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്തും പ്രൈസ് എന്താണ്, ബുള്ളിഷാണ്. ലൈക്ക് പ്രൈസ് കറൻ്റ് നിൽക്കുന്നത് ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടാർഗറ്റ് ഒബ്വിയസ്ലി അടുത്തൊരു ഹൈ ആയിരിക്കും. സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, അടുത്തൊരു ഹൈ ആയിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിമാൻഡ് പ്രൈസ് ഓൾറെഡി മെഡിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ അടുത്തൊരു ടാർഗറ്റ്, അടുത്തൊരു സപ്ലൈ അല്ലെങ്കിൽ അടുത്തൊരു ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാം. ഓക്കെ, സോ ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്തും നമ്മൾ ലൈക്ക് ആ ഒരു റീട്രേസ്മെൻറ്റ് ബേസിൽ വന്നു. ശേഷം പ്രൈസ് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ലൈക്ക് ഒരു കൺസോൾട്ടേഷൻ പോലെയാണ് പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് റീസെൻ്റ്ലി നോക്കുന്ന സമയത്ത് പ്രൈസ് ഡെയിലിയിൽ ലോവർ ലോ, ലോ ഹൈ, ലോവർ ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഇൻസൈഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, മേ ബി പ്രൈസ് എന്ത് ചെയ്യാം, ഡെയിലിയിൽ അടുത്തൊരു ലോ താഴോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യാം, ഇവിടുന്ന് മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീക്ക്ലി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഡിമാൻഡ് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെയിലിൻ്റെ കണ്ടിന്യൂഷൻ മേ ബി എന്ത് ചെയ്യാം, മേലോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അത് നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 4 hourലൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഉള്ളത് വീക്ക്ലി സോണിലാണ്. സോ ഫ്രം വീക്ക്ലി നമ്മൾ 4 hourലാണ് എന്ത് ചെയ്യുക, കൺഫർമേഷൻ നോക്കുക. ഓക്കെ ഓക്കെ സോ നമുക്ക്
ഇവിടെ കാണാൻ പറ്റും പ്രൈസ് ആ ഒരു വീക്ക്ലി ഡിമാൻഡ് ടച്ച് ചെയ്ത ശേഷം അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ വീക്ക്ലി ഡിമാൻഡാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്നത് 4 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ടാപ്പ് ചെയ്ത ശേഷം ലൈക്ക് വീക്ക്ലി കീ ലെവലിൽ പ്രൈസ് ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് ആ ഒരു ലോവർ ഹൈ എന്നുള്ളത് നമ്മൾ കാണാൻ പറ്റും. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മേലോട്ടേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. യെസ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഹൈനെ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ലെറ്റ്സ് മാർക്ക്. ഓക്കെ, നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഫോം ആയിട്ടുള്ള കീ ലെവൽസുകൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കീ ലെവൽസ് ആയിട്ട് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽസ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു കൺസോൾട്ടേഷൻ ലെവൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ദെൻ നമുക്കിവിടെ ഒരു ഇൻവേർഷൻ FVG ഉണ്ടായിട്ടുണ്ട്. സോ ഓൾറെഡി ടാപ്ഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ലൈക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത ശേഷം ഇതെന്ത് ചെയ്തില്ല, ടാപ്പ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ട്രേഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീക്ക്ലി 4 hour എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ലോങ് എൻട്രി എടുക്കാം. ഓക്കെ, ഫ്രം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് എൻട്രി എടുക്കാം. ഓക്കെ, ആൻഡ് ഹയർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഹൈ ഇവിടെ കാണാം. ഓക്കെ, സോ ഈ ഒരു ഹൈയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ലെവലിൽ തന്നെ 1:5 രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് സി. നമ്മൾ ആ ഒരു സോണിലേക്ക് എന്ത് ചെയ്തു, പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് ടാപ്പ് ചെയ്ത ശേഷം വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പ്രൈസ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു സോണ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ വീണ്ടും ഒരു ഡിമാൻഡ് ഇവിടെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു ട്രേഡ് എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ ട്രേഡ് എന്ത് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ നമുക്ക് 4 hour ആണ് ഡിമാൻഡ് സോൺ ആയിട്ടുള്ളത്. 50 minute എന്ത് ചെയ്യാം, നമുക്കവിടെ കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. ലെറ്റ്സ് സീ, നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം, ലൈക്ക് അവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്തത് ആൻഡ് 50 minute കൺഫർമേഷൻ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ആ ഒരു 4 hour സോൺ. ഓക്കെ, സോ നമുക്ക് 4 hour സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. ലെറ്റ്സ് സീ. സോ നമുക്ക് എന്ത് കിട്ടി, ഒരു കൺഫർമേഷൻ കിട്ടി. ഓക്കെ, ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺഫർമേഷൻ കിട്ടിയ സമയത്തുള്ള FVG ഓർ ഓർഡർ ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു FVG കാണാം, അതുപോലെ ഇവിടെ നമുക്കൊരു FVG ഉണ്ട്. ഓക്കെ, എനി ഓഫ് ദം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. സോ നമുക്ക് ഇവിടെ ഒരു ലോങ് പ്ലേസ് ചെയ്യാം. OC സ്റ്റോപ്പ് ലോസ് ബിലോ. ഓക്കെ, ആൻഡ് സെയിം ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു മിനിമം 1:2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫോക്കസ് ചെയ്താലും മതി. ഓക്കെ, ഈ ഒരു ഹൈ വരെ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ട്, അടുത്തൊരു 1:2+ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ.
യാ, പക്ഷേ പ്രൈസ് ഇവിടെ ആ ഒരു സോണിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. ലെറ്റ്സ് സി, നമുക്കതൊന്ന് ലൈക്ക് വൈൻഡപ്പ് ചെയ്ത് നോക്കാം. നോട്ട് യെറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പ്രൈസ് ആ ഒരു സോണിലേക്ക് എന്ത് ചെയ്തില്ല, തിരിച്ചു വന്നില്ല. അതിന് മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് പോയതാണ് കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ നമ്മളൊരു സോണ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഒന്നുകിൽ പ്രൈസ് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാതെ പോവാം. ഇത് 3ഉം അവിടെ എന്ത് ചെയ്യാം, സംഭവിക്കാം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ലൈക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, ലൈക്ക് ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ലൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയറായി, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് എങ്ങനെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എനിക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളെ ഡൗട്ട്സുകൾ കമൻറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ.